ബാബാ എല്ലാവരും ഓടി വരി ഓടി വരി ഓടി വരി ഓടി വരി. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇതെന്താ, ഇത് രാവിലത്തെ കാഴ്ചകളാണ്. കുറച്ച് നെല്ല്, എൻ്റെ കുറച്ച് നെല്ലിരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പം ഒരു ഇച്ചിരി നെല്ല് അവർക്ക് ഇട്ട് കൊടുക്കും. കണ്ടോ, നെല്ലോ നമ്മുടെ പുളിയങ്കുരുപ്പൊടിയില്ലേ, അതും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും അതെ, ഒന്നും കൊടുക്കാറില്ല. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാൻ ഇച്ചിരി പുളിയങ്കുരുപ്പൊടി കൊടുക്കും, കുറച്ച് നെല്ല് കൊടുക്കും. നമ്മുടെ മുട്ടയിടുന്ന കോഴികൾക്കൊക്കെ നെയ്യ് മുറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അത് നെല്ല് കുറച്ച് കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ച് നെല്ലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് എടുത്ത് പായസവും വെച്ചായിരുന്നു. നെല്ല് നമ്മുടെ അരിയാക്കി നല്ല അടിപൊളി പായസവും വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്കും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കും. എന്താ, ഇത് രാവിലെ എൻ്റെ കുട്ടികൾ വേണ്ട ഇതാ ആർക്കും ഇത് തൂവലൊന്നും ഇല്ല. തൂവലുള്ളവർ 2-3 പേരേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി. കഴിച്ചു കഴിച്ചോ കഴിച്ചോ. വിളിച്ചാൽ ഓടി വരും കേട്ടോ. തീറ്റയും വെച്ചോണ്ട് കൂട്ടിൽ കയറ്റാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ തീറ്റ എടുത്തുകൊണ്ട് പോയാൽ മതി, എൻ്റെ ബാക്കിൽ നിന്ന് എല്ലാവരും വന്നോളും. അത് നമ്മൾ ആദ്യമേ ശീലിച്ച കാരണം എനിക്ക് കൂട്ടിൽ അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനൊരു രാവിലെ ഒരു അരമണിക്കൂറൊക്കെയാണ് തുറന്ന് വിടുന്നത്. അവരുടെ പാത്രമൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി വെച്ചു. വെള്ളം വയ്ക്കുന്ന പാത്രം എല്ലാം കഴുകിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ അപ്പോഴത്തേക്കും ഞാൻ ഇവിടെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ അടയ്ക്കും. അവർ ഇവിടെ പച്ചിലളം ഇവിടെ ഒന്നും ഇല്ല തിന്നാൻ, എല്ലാവരും കൊത്തിപ്പറക്കി ഇട്ടേക്കുക. അല്ലേ ഞാൻ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. മിക്കവായി ഇപ്പോൾ അവർക്ക് കഴിക്കാൻ പച്ചില ഇഷ്ടം വാഴയിലയും ചേമ്പിൻ്റെ ഇലയൊക്കെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എടുത്തിട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടോ, 2 കോഴികൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവർ മുട്ടയിടാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഞാനതാണ് ഇവർ രാവിലെ ഒന്നിച്ചിരി ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇവർ മുട്ടയൊക്കെ ഇടുന്നതിന് മുന്നേ ഞാനിവരെ പുറത്താക്കിയിട്ട് അകത്ത് കയറ്റും. അല്ലെങ്കിൽ പിന്നെ മുട്ട എവിടെയെങ്കിലും കൊണ്ടിട്ട് കളയും. ഇപ്പം ഇത് ഒരാഴ്ചയായിട്ട് അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഞാൻ പുറത്ത് വെച്ചിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നതൊക്കെ ഉണങ്ങിപ്പോയി. എന്തോ കുറച്ച് കൂവയാണ്, ചേമ്പ് എന്തൊക്കെയാണ് നിന്നത് ഉണ്ടോ. അവിടെ വന്ന് 2 പേരും ഒന്ന് മുട്ടയിട്ടതാണ്. ഇത് കാക്ക കാണുന്നെങ്കിൽ അപ്പോഴും കൊണ്ടുപോകും. പിന്നെ ഞാനിവിടെ നിന്നതുകൊണ്ട് കാക്ക കണ്ടില്ല. എന്തായാലും ആ മുട്ട കിട്ടി. ഇയാൾ കൊത്തും കേട്ടാ, മക്കളെ കണ്ട അപ്പോഴും കൊത്തും. എന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കും കൊത്തു തരാറുണ്ട്. അപ്പം ശരി, ഇനി ഞാൻ ഇവരൊന്ന് കൂട്ടിനകത്താക്കിക്കോട്ടെ.